ദിലീപിന് ഇതിലൊരു പങ്കുണ്ട് എന്ന്, ദിലീപും കാവ്യയും തമ്മിലുള്ള ഒരു സവിശേഷമായ ബന്ധത്തിനൊരു പങ്കുണ്ട് എന്ന്, അതിൻ്റെ വാസ്തവം എന്താണ്? ശരിക്കൊന്നും വേണ്ട, ഈ കാര്യത്തിലൊക്കെ നിങ്ങൾ തെറ്റുകാർ തന്നെയാണ്. ഈ നടിയെ ആക്രമിക്കപ്പെട്ട കേസിൽ നിങ്ങൾ ദിലീപേട്ടൻ അതിൽ പ്രതി അല്ലായിരിക്കാം. അത് ചിലപ്പോൾ ദിലീപിനെതിരെയുള്ള ഗൂഢാലോചന ആയിരിക്കാം. പക്ഷേ ഈ കാര്യത്തിൽ അവിഹിതം വെച്ച കാര്യത്തിലൊക്കെ അതൊക്കെ വളരെ മോശമായി പോയി എന്നേ നമുക്ക് പറയാനുള്ളൂ. കാരണം അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ നന്നായിട്ടിരിക്കുന്ന മഞ്ജു വേഗം പോയിട്ട് മഞ്ജു വാര്യർ ദിലീപിനെ വേണ്ട വെച്ചിട്ട് കേസും കൊടുത്ത് മ്യൂച്വൽ ഡൈവേഴ്സിന് അപേക്ഷിക്കില്ലല്ലോ. അല്ലെങ്കിൽ ആ കാര്യം രണ്ടുപേരും വെളിപ്പെടുത്തണം. അപ്പോൾ രണ്ടുപേർക്കും അത് പറയാൻ താല്പര്യമില്ല. പിന്നെ മഞ്ജു വാര്യർ പറയുന്ന സമയത്ത് മഞ്ജു വാര്യറിൻ്റെ ഉള്ള വിഷമം നമുക്ക് കണ്ടിട്ട് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. പിന്നെ ഈ ഒരു വിഷയത്തിൽ നടിയെ ആക്രമിക്കപ്പെട്ട കേസിൽ ഗൂഢാലോചനയിൽ ദിലീപ് അംഗമല്ല എന്ന്, ദിലീപേട്ടൻ അതിൽ പെട്ടിട്ടില്ല എന്ന് എന്നെപ്പോലെയുള്ള കുറച്ച് ആളുകൾക്ക് തോന്നാനുള്ള കാരണം ഈ സെൻകുമാറിനെ പോലെയുള്ളവരും ശ്രീലേഖ IPS പോലെയുള്ളവർ, മുൻ DGP സെൻകുമാർ, അവർ വന്നിട്ട് അങ്ങനെ ഇല്ല എന്ന് പറഞ്ഞു, തെളിവില്ല എന്ന് പറഞ്ഞു. കുറ്റം ചെയ്തോ ഇല്ലയോ എന്നല്ല, ദിലീപിനെ കണക്ട് ചെയ്യാനുള്ള തെളിവില്ല, അതാണ് വ്യക്തമായിട്ട് പറഞ്ഞത്. വൈരാഗ്യം ഉണ്ട് എന്നതിന് ചിലപ്പോൾ സിനിമാ ഫീൽഡിൽ അന്വേഷിച്ച് അറിയായിരിക്കും വൈരാഗ്യം ഉണ്ട് എന്ന്. കാരണം കാവ്യമാധവൻ്റെയും ദിലീപിൻ്റെയും അവിഹിതത്തിൻ്റെ കഥ നടി പറഞ്ഞു എന്നുള്ള രീതിയിൽ ഓക്കെ അതുണ്ടാവുമായിരിക്കും. പക്ഷേ അപ്പോഴും ആ വൈരാഗ്യം ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് അതിന് ഇങ്ങനെ ഒരു കൊട്ടേഷൻ കൊടുത്തു എന്ന് ചേർത്ത് നിർത്താനുള്ള തെളിവില്ലാത്തതുകൊണ്ടാണ് അവരൊക്കെ അന്ന് പറഞ്ഞത്. എന്തായാലും സെൻകുമാർ ഇന്നലെ പറഞ്ഞത് നമുക്കൊന്ന് കേൾക്കാം, എന്നിട്ട് നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. അപ്പോൾ ആ സമയത്താണ് ഞാൻ പറയുന്നത്, ഞാൻ മാറുന്നത് വരെ ആളെ അറസ്റ്റ് ചെയ്യുന്നതിനുള്ള എവിഡൻസ് ഉണ്ടായിട്ടില്ല. അതെനിക്ക് പറയാൻ പറ്റുള്ളൂ. അതിന് ശേഷം എന്ത് നടന്നു എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ എവിഡൻസ് കളക്ട് ചെയ്തോ എവിഡൻസ് ഉണ്ടാക്കിയോ എന്നൊക്കെ എനിക്കറിയാൻ പറ്റാത്ത കാര്യങ്ങളാണ്. പക്ഷേ അതുവരെ, അതായത് 2017 ജൂൺ 30 വരെ ഇതിൽ എവിഡൻസ് ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് എനിക്ക് പറയാൻ പറ്റും കൃത്യമായിട്ട്. അതാണ് എന്നെ അറിയിച്ചിട്ടുള്ളത്. ആള് സത്യസന്ധമായിട്ട് ആള് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ എന്ത് വിചാരിക്കും, എന്താ പറയുന്നത്, ആള് ദിലീപിൻ്റെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ടാണ് എന്ന് പറയണേ. അവിടെയാണ് പ്രശ്നം. എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അപ്പോൾ ദിലീപിൻ്റെ നിന്ന് പൈസ മേടിച്ചിട്ടാണെന്ന് പറയുന്നത് എന്തിനാ? ഇപ്പം ആള് പറഞ്ഞത് സത്യമാണെന്ന് തെളിഞ്ഞില്ലേ? അതായത് ആൾ പറഞ്ഞത് വ്യക്തമായ കാരണം തെളിവില്ലാത്തത് കൊണ്ട് ഈ കേസ് നിലനിൽക്കും. ഈ കാര്യത്തിൽ ഒരുപാട് കാര്യം പറയുന്നുണ്ട്. തെളിവില്ലെങ്കിൽ അത് മുന്നോട്ട് പോകാതിരിക്കുന്നത് നല്ലത്. കാരണം ഇതെല്ലാം കഴിഞ്ഞ് അവസാനം തെളിവില്ലാതെ തിരിച്ച് ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് കോടതി വിധിക്കുന്ന സമയത്ത് അവർ തിരിച്ചൊരു കേസ് കൊടുക്കും ഈ പ്രതി. അപ്പോൾ അതിൻ്റെ കോമ്പൻസേഷനുള്ള വഴി ഉണ്ടോ ഈ കുറ്റാരോപിതനാക്കിയ ഇവർക്ക്, ഈ പോലീസുകാർക്ക് അതിൻ്റെ അത്രയും പൈസ കൊടുക്കാൻ പറ്റുമോ? എത്ര കോമ്പൻസേഷൻ ചോദിച്ചാലും അത് കേസിന് പോയാൽ ഇവർ ലോക്കാവില്ലേ? അപ്പോൾ എന്ത് ചെയ്യും? അതുകൊണ്ടാണ് ആ പുള്ളി അത്രയും വ്യക്തമായിട്ട് പറഞ്ഞത്. എന്നിട്ടും ഇവർ പറയുന്നത് ദിലീപിനെതിരെ ഇവർ പൈസ മേടിച്ചു, അല്ലെങ്കിൽ ശ്രീലേഖ IPS പൈസ മേടിച്ചു, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്നാണ് വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതാണ് വലിയ സങ്കടം. എന്തിനായി ഇവരിങ്ങനെ പറയുന്നതെന്ന് നമ്മൾക്ക് മനസ്സിലാകുന്നില്ല. അത് തെളിവില്ല എന്ന് പറഞ്ഞ സത്യസന്ധമായ കാര്യമാണെന്ന് നമ്മൾക്ക് ഇപ്പം തെളിഞ്ഞില്ലേ? ഇനിയെങ്കിലും മനസ്സിലാക്കിക്കൂടെ എന്നാ പറയുന്നത്. ഇന്നലെ സെൻകുമാർ, TP സെൻകുമാറിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ്. ദിലീപ് പ്രതിയായി ഇപ്പോൾ വിട്ടയക്കപ്പെട്ട കേസിൽ 2017 തന്നെ ഞാൻ പറഞ്ഞിരുന്നതാണ് ശരിയായ തെളിവിൻ്റെ അടിസ്ഥാനത്തിലല്ല ദിലീപിനെ പ്രതിയാക്കിയത് എന്ന്. നോട്ട് ദി പോയിന്റ്. കണ്ടില്ലേ? അന്ന് തന്നെ സെൻകുമാർ പറഞ്ഞതാണ് അല്ലേ? അപ്പോൾ ആർക്കും ഒന്നും മുഖവരിക്കെടുക്കുന്നില്ല. കാരണം ന്യൂസ് ചാനലിൽ അങ്ങോട്ട് തള്ളിത്തവരുകയാണ്. കാരണം ഇവർക്ക് ദിലീപ് പ്രതിയാക്കിയാലേ ഇവർക്ക് ചാനലിൽ വ്യൂ കിട്ടുള്ളൂ, ചാനൽ റേറ്റിംഗ് കൂടുള്ളൂ. അതുകൊണ്ട് മീഡിയ അങ്ങോട്ട് ഏറ്റെടുത്തു, ദിലീപിനെ പൂട്ടുക, ദിലീപിൻ്റെ അടിയന്തരം കഴിക്കുക, ദിലീപിൻ്റെ മറ്റാക്കാതെ കണ്ടിട്ട്. അതാണ് ഏറ്റവും പെട്ടത്. കേസുകൾ അന്വേഷിക്കേണ്ട രീതി ഇതല്ല. ഒരാളെ പിടികൂടുക, അതിനുശേഷം അയാൾക്കെതിരെ തെളിവുകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക, അതിനുവേണ്ടി വ്യാജമായ കാര്യങ്ങൾ ഉണ്ടാക്കുക. ഇങ്ങനെയാണ് കേസ് അന്വേഷിക്കേണ്ടത്. ഇതാണ് കേസിനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും ചോദിക്കുന്നത്. ഇത് മുൻ DGP ആണ് കേട്ടോ പറയുന്നത്, നല്ല സാധാരണപ്പെട്ട ഒരാളല്ല. മുൻ DGP ആണ് ഈ പറയുന്നത്. കേസ് അന്വേഷിക്കേണ്ടത് ഇങ്ങനെയല്ല, തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അറസ്റ്റ് ചെയ്യണം. അല്ലാതെ ഒരാളെ അറസ്റ്റ് ചെയ്തിട്ട്, അതായത് ഇവരെന്താ ചെയ്തത്, ദിലീപിന് ആ നടിയോട് വൈരാഗ്യമുണ്ടോ എന്ന് മാത്രം അന്വേഷിച്ചു. വൈരാഗ്യമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ 17 തെളിവുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നേരെ പിടിച്ച് അറസ്റ്റ് ചെയ്തു. ആ 17 തെളിവ് എവിടെ? അത്രയും തെളിവുണ്ടെങ്കിൽ, കുറ്റപത്രം കൊടുക്കുമ്പോൾ ആ തെളിവുണ്ടെങ്കിൽ പിന്നെ
അതൊന്നുമില്ലാതായി പോവില്ലല്ലോ. അത് കഴിഞ്ഞിട്ട് 3 കൊല്ലം കഴിഞ്ഞിട്ട് ബാലചന്ദ്രകുമാർ വന്നപ്പോഴല്ലേ വീണ്ടും കേസിനെ കുത്തിപ്പൊക്കിയത്. അപ്പോൾ ഈ 85 ദിവസം കിടന്നതിൻ്റെ കാര്യം എവിടെ? ആ 85 ദിവസം കിടത്തി എന്തിനാണ്? തെളിവുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ അറസ്റ്റ് ചെയ്യാതെ നേരെ അറസ്റ്റ് ചെയ്ത ശേഷം തെളിവുണ്ടാക്കി ദിലീപ് തന്നെ കേസ് കൊടുക്കാൻ വന്നു, എനിക്കെതിരെ പൾസർ സുനി കത്തെഴുതി എന്ന് പറഞ്ഞിട്ട് ആ ലെറ്റർ കംപ്ലൈൻറ്റ് വാട്സപ്പിൽ ഇട്ടിട്ട് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. അതിൻ്റെ പേരിൽ വിളിച്ചു വരുത്തി എല്ലാം ചോദ്യം ചെയ്ത് പിന്നീട് ഒരു ദിവസം വീണ്ടും അതിനെക്കുറിച്ച് സംസാരിക്കണം എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി അറസ്റ്റ് ചെയ്തു. അതല്ലേ തെമ്മാടിത്തരം ചെയ്തത്? അതെ, ആദ്യം തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് കേസ് അന്വേഷിക്കേണ്ടത്. അത് ഒരു പ്രീ ഡിസ്പോസബിൾ കണ്ടീഷനിലായിരിക്കരുത്. അന്വേഷണ തലവനും അന്വേഷണ സംഘവും ഓപ്പൺ മൈൻഡോടുകൂടി വേണം കേസ് അന്വേഷിക്കേണ്ടത്. അതെ, സത്യമാണ്. അയാൾക്ക് ഓപ്പൺ മൈൻഡില്ല. ഇത് ദിലീപിനെ പ്രതിയാക്കണം എന്നാണ്. ഈ കേസിൽ മാത്രമല്ല ഇനിയും പല കേസുകളിലും ഇത്തരം കാര്യങ്ങൾ പുറത്തു വരും. അതിലൊന്നായിരിക്കും ആലുവയിൽ ട്രെയിനിൽ നിന്ന് ഒരു സ്ത്രീയെ പുഴയിൽ തള്ളിയിട്ട് കൊന്നു എന്ന കേസ്. നമ്മൾ പോലീസ് ഉദ്യോഗസ്ഥർ സത്യസന്ധത ആയിരിക്കണം. ഞാൻ അന്വേഷിക്കുന്ന കേസിൽ എല്ലാം ഞാൻ പറയുന്നവർ ആണ് പ്രതികൾ എന്നല്ല അറിയിക്കേണ്ടത്. അതിലെ തെളിവുകൾ എന്തെല്ലാമാണ്, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേസ് മുന്നോട്ട് പോകേണ്ടത്. കള്ളത്തെളിവുകൾ ഒരിക്കലും ഉണ്ടാക്കരുത്. ഇത് പറഞ്ഞത് സന്ധ്യ IPS കുറിച്ചാണ് ഈ സെൻകുമാർ മുൻ DGP പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സന്ധ്യ IPS കുറിച്ച്. സന്ധ്യ IPS ആണല്ലോ ഇതിന് കേസ് ഇന്നലെ ദിലീപ് പറഞ്ഞതും അതാണ്. ഇവരെക്കുറിച്ചാണ് സംസാരിച്ചത്. പിന്നെ എൻ്റെ കേസ് അന്വേഷണങ്ങളിലും ഞാൻ മേൽനോട്ടം വഹിച്ച കേസുകളിലും ഞാൻ കൃത്യമായി പാലിച്ചിട്ടുള്ളതാണ്. ഇല്ലാത്ത തെളിവുണ്ടാക്കാൻ പോലീസ് പോകരുത്. ഇതാണ് എൻ്റെ അഭിപ്രായം. ദിലീപിനെ പറ്റി 2017 ഞാൻ പറഞ്ഞതും ഇതേ അടിസ്ഥാനത്തിലാണ്. ഞാൻ 2017 എനിക്ക് ലഭിച്ച അറിവുകൾ വെച്ച് ഇതേ അഭിപ്രായം പറഞ്ഞിരുന്നു. അതായത് ഇത് നമ്മൾ ദിലീപ് കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ തെളിവുകൾ കിട്ടാതെ അറസ്റ്റ് ചെയ്താൽ ഈ കേസ് നിലനിൽക്കില്ല. അവസാനം അത് നമ്മൾക്ക് കോമ്പൻസേഷനിലേക്ക് പോകേണ്ട വരും എന്ന് ഈ സെൻകുമാർ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുപോലും കണക്കിലെടുക്കാതെ വീണ്ടും ഇവർ തെളിവുകൾ ഉണ്ടാക്കാൻ വേണ്ടി തെളിവുകളുണ്ടാക്കി ഇങ്ങനെ കൊണ്ടുവന്ന് അന്ന് ഈ കാര്യം പറയുമ്പോൾ ദിലീപിൻ്റെ ഭാഗം നിന്നിട്ട് സംസാരിക്കുകയാണെന്നാണ് പുള്ളി പറഞ്ഞത്. പക്ഷേ ആ പുള്ളി പറഞ്ഞ കാര്യം തന്നെ ഇപ്പോൾ സംഭവിച്ചത്. കോടതി അതിനെ എടുത്തു വിട്ടില്ലേ. അപ്പോൾ അതൊന്നും ചാനലുകളിൽ വരില്ല. കാരണം അവർക്ക് ചാനലുകളിൽ അത് വരരുത്. അവർക്ക് എങ്ങനെയെങ്കിലും ദിലീപിൻ്റെ പേര് ഇവിടെ പറഞ്ഞാൽ ചാനൽ റേറ്റിംഗ് കൂടണം. കാരണം ഇന്നലെ ദിലീപ് ഇറങ്ങുമ്പോഴും പോകുമ്പോഴും ദിലീപ് കുളിച്ചിട്ട് പുറത്തിറങ്ങുമ്പോഴും ദിലീപിൻ്റെ കക്കൂസിൽ വരെയും ഇവർ ക്യാമറ ഡ്രോൺ കൊണ്ട് വെച്ചിട്ട് പറപ്പിക്കായിരുന്നു. ദിലീപ് ഇറങ്ങുന്നത് കുട പിടിച്ചിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് വരെ, എന്താ ദിലീപ് നേരെ ഇറങ്ങി കോടതിക്കല്ലേ വരുന്നത്, ഇറങ്ങുന്നത് വരെ അവിടെ നിന്ന് മുതൽ ദിലീപിൻ്റെ വണ്ടി പാസ് ചെയ്യുന്നതൊക്കെ ഡ്രോൺ മുകളിൽ വെച്ചിട്ട് ഇങ്ങനെ ക്യാമറയും വെച്ചിട്ട് എടുക്കുമായിരുന്നു. 2017 എനിക്ക് ലഭിച്ച അറിവുകൾ വെച്ച് ഇതേ അഭിപ്രായം പറഞ്ഞിരുന്നു. അന്ന് ദിനേന്ദ്ര കശ്യപും സുദർശൻ എസ്നും മാത്രമേ എന്നോട് സംസാരിച്ചിട്ടുള്ളൂ. മറ്റ് സീനിയർ ഓഫീസർമാർ ആരും എന്നോട് ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല. കാരണം ഞാൻ സ്റ്റേറ്റ് പോലീസ് ചീഫായി 2 മാസത്തേക്ക് മാത്രം തിരിച്ച് വന്നതുകൊണ്ട്. 3 മാസം ഉണ്ടെങ്കിലേ CR എഴുതാൻ പറ്റുള്ളൂ. അതവരിൻ്റെ എന്തോ ഒരു കാര്യമാണ്, അത് നമുക്ക് വ്യക്തമായിട്ടറിയില്ല. എന്നിരുന്നാലും കേസ് ഇങ്ങനെയാണെന്ന് അന്ന് തന്നെ എനിക്ക് മനസ്സിലായി. അന്ന് തന്നെ പുള്ളി മനസ്സിലായത് പുറത്തിറങ്ങി റിട്ടയർഡ് ആയപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ പറയുമ്പോൾ എല്ലാവരും മുഖവലിക്കെടുത്തില്ല. അയ്യേ ദിലീപ് കുറ്റക്കാരൻ എന്ന് പറഞ്ഞിരുന്നു. അതുവരെയുള്ള തെളിവുകളിൽ ദിലീപിനെ ഈ സംഭവവുമായി ബന്ധിപ്പിക്കുന്നത് ഒന്നും കണ്ടെത്താനായിരുന്നില്ല. റിലവൻ്റ് ആൻഡ് അഡ്മിസിബിൾ എവിഡൻസ്. സത്യസന്ധതയ്ക്ക് അല്ല സ്വന്തം പ്രാമാണ്യത്തിനായി പ്രാധാന്യം എന്ന് വിശ്വസിക്കുന്ന ചില ഓഫീസർമാർ ഉണ്ട്. അതുകൊണ്ടാണ് പല കേസുകളും ഇങ്ങനെയാവുന്നത്. അപ്പോൾ ഇത് കണ്ടാൽ പറയും ഇപ്പോൾ എല്ലാവരും അത് നേരെ നമ്മൾക്ക് സന്ധ്യ IPS കുറിച്ച് കുറ്റം പറഞ്ഞിട്ട് ആ ഒരു കുശുമ്പ് കൊണ്ടോ ഇതുകൊണ്ടോ പറഞ്ഞതാണെന്ന് പറയും. പക്ഷേ ഇത് പുള്ളി നേരത്തെ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഇപ്പോൾ വിധി വന്നതിന് ശേഷമല്ലേ പറഞ്ഞേ. മനസ്സിലായി? മുൻ DGP പറഞ്ഞത് നേരത്തെ അല്ലല്ലോ. നേരത്തെ ഇതിനൊക്കെ സൂചന കൊടുത്തിട്ടുണ്ട് ഇവർക്ക് എല്ലാവർക്കും. നമ്മുടെ അവിടെ ന്യൂസിലൊക്കെ വന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതൊന്നും ആരും മുഖവിലയ്ക്ക് എടുക്കുന്നില്ല. എന്നിട്ട് ഇപ്പോൾ എന്താ അത് തന്നെയല്ലേ സംഭവിച്ചത്. അപ്പോൾ ഇനി ശ്രീലേഖ IPS പറഞ്ഞ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ അന്വേഷിച്ച സന്ധ്യ IPS പറഞ്ഞ കാര്യമുണ്ട്. മാർട്ടിൻ, അതായത് 2ാം സാക്ഷിയായ മാർട്ടിൻ സംസാരിച്ച കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ പറയാൻ അടുത്ത വീഡിയോയുമായി വരാം. ബൈ.